focus group discussion. This focus group is one of the major categories of pilot studies. Pilot study നമ്മൾ ചെയ്യാൻ വേണ്ടി one of the main category അല്ലെങ്കിൽ one of the main method that we are using in pilot study is focus group discussion. Let's see what's focus group discussion. It is an effective method of healthy communication, exchange knowledge, ideas and opinions. And in focus group, there will not be less than 6 and not more than 12 members. It may varies, focus group usually involve from 7 to 15 or 8 to 12 people who have been invited to participate in a session lasting for 1 to 3 hours. അങ്ങനെ ആയിരിക്കും സാധാരണ ഒരു ഡിസ്കഷൻ ഉണ്ടാവുക. എന്തായാലും 6-നേക്കാൾ കുറവാവില്ല. ഓക്കെ, ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഉണ്ടാവുന്നത്. അതായത് ഒരു പൈലറ്റ് സ്റ്റഡി നടത്തുന്ന സമയത്ത് നമ്മളൊരു ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് പൈലറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് വി ആർ talking about pilot study by focus group interviews or focus group discussions. So a focus group is an interview conducted by a trained moderator in a non-structured and natural manner with a small group of respondents. In a focus group, a small number of individuals are brought together to study and talk about some topic of interest. The discussion is coordinated and leads by a moderator. ഒരു മോഡറേറ്ററുടെ സാന്നിധ്യത്തിൽ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂസ് എന്ന് പറയുക. സോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, നമ്മൾ സ്റ്റഡി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഏതിലാണോ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ദ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരിക്കും ഇവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുക. ഓക്കെ, അതിലൊരു ട്രെയിൻ മോഡറേറ്റർ ഉണ്ടായിരിക്കും. അതൊരു നോൺ സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ മാനറിലായിരിക്കും ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് റെസ്പോണ്ടൻസിനെ ബേസ് ചെയ്ത് നടക്കുക. ഓക്കെ, so this is what focus group. So focus group usually it involves from 7 to 15 or 8 to 12 people who have been invited to participate in a session lasting for 1 to 3 hours, and the session is run by a facilitator who follows a script called a focus group guide. അപ്പോൾ ഇതിലൊരു സ്ക്രിപ്റ്റ് ആരുടെ കയ്യിലുണ്ടായിരിക്കും? മോഡറേറ്ററുടെ കയ്യിൽ, ഒരു ട്രെയിൻഡ് മോഡറേറ്ററുടെ കയ്യിലുണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദാറ്റ് ഫോക്കസ് ഗ്രൂപ്പ് ഗൈഡ് എന്ന് പറയും. Okay, now focus group are in depth discussions. ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെപ്ത് ഡിസ്കഷൻസ് ആയിരിക്കും അവിടെ നടക്കുക. ദ ഡിസ്കഷൻ ഇസ് ജനറലി ലിമിറ്റഡ് ടു വൺ പെർട്ടിക്കുലർ കോൺസെപ്റ്റ്, ഐഡിയ ഓർ തീം. ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടായിരിക്കും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ദ ജനറൽ ഐഡിയ ഇസ് ടു ഹാവ് വാട്ട് വൺ പേഴ്സൺ സേസ് ജനറേറ്റ് തോട്ട്സ് ആൻഡ് കമൻറ്റ്സ് ബൈ അതേഴ്സ്, ദർഫോർ ക്രിയേറ്റിംഗ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. നമ്മൾ ന്യൂസിലെല്ലാം കാണും, ഒരു പെർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തുകയാണ്. ഒരു 3-4 വെൽ റെസ്പോണ്ടൻറ്റ് ഉണ്ടാവും, അതിനെക്കുറിച്ച് ഒരു മോഡറേറ്റർ ഉണ്ടാവും, ഒരു ട്രെയിൻഡ് മോഡറേറ്റർ ഉണ്ടാവും. സോ പലരുടെയും അഭിപ്രായങ്ങൾ ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയെ കുറിച്ച് അവർ പറയുന്നതിനെ കുറിച്ചുള്ള കുറേ നോളേജ് നമുക്ക് ലഭ്യമാകും. So that is what group discussion. Now preparing for the session, see, identify the major objective of a meeting, carefully develop 5 to 6 questions, plan your session, call potential members to invite them to the meeting. ഇതൊക്കെ എന്താണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി the moderator should do or the researcher should do. And planning the sessionൽ വരുന്നതാണ് ഷെഡ്യൂളിംഗ്, setting the refreshments, ground rules, membership, plan to record the session with either an audio or audio video recorder, and collect useful information to meet goal of meeting. അപ്പം നമ്മളിതെല്ലാം ചെയ്യുന്നത്, ഒരു റിസർച്ചർ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അയാൾ പഠിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പഠിക്കുന്ന ഏരിയ ഓഫ് സ്റ്റഡിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി വി ആർ കളക്ടിങ് ദ ഡാറ്റ. അപ്പോൾ ആ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് focus group discussion. It is mainly using in this pilot study. അപ്പോൾ ആ ഒരു സെഷൻ നടത്താൻ വേണ്ടി he should prepare a proper schedule for that. We want to set refreshments for that people, and we should made a ground rules. We should have a membership, or the person who is talking, they should have a membership. They should be a keen knowledge about that particular area of study. Then plan to record the session with either an audio or audio video recorder, so that later we can record all, later we can discuss all these things. The researcher can എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് അതിനെ ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും. കളക്ട് യൂസ്ഫുൾ ഇൻഫർമേഷൻ ടു മീറ്റ് ദ ഗോൾ ഓഫ് എ മീറ്റിംഗ്.
നെക്സ്റ്റ് ഗ്രൗണ്ട് റൂൾസ്. സി എക്സ്പ്രസ് ഐഡിയാസ് ക്ലിയർലി ആൻഡ് കൺസൈസ്ലി. ഒരു ബ്ലേഡ് ആയിരിക്കരുത്, ഐഡിയാസ് എപ്പോഴും പ്രിസൈസ് ആയിരിക്കണം. ദെൻ ലിസൺ ടു വാട്ട് അതേഴ്സ് സേ. നമ്മൾ ഇൻറ്ററാക്ട് ചെയ്തിട്ട് എല്ലാവരും കൂടെ ഒരു ഡിസ്കഷനിൽ വരുന്ന സമയത്ത് വി വിൽ നോട്ട് ഗെറ്റ് ഇനഫ് ഇൻഫർമേഷൻ. സോ വി ഷുഡ് നോട്ട് ഇൻറ്ററാക്ട് അതേഴ്സ് ടോക്ക്. Okay, listen to what others say. Do not interrupt when others are speaking. Make only relevant remarks. Accept criticism gracefully. Criticism വരുമ്പോൾ we want to accept it very gracefully and help to reach conclusions. Next, see, what is this focus group? It is a form of qualitative research. അപ്പോൾ നമ്മളിവിടെ പറയുന്നതെല്ലാം ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഫോമിലുള്ളതാണ്, നോട്ട് ക്വാണ്ടിറ്റേറ്റീവ്. And group discussion conducted several times until similar trends and patterns in perceptions, attitudes, ideas are shown. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇത് പല അതായത് സെവറൽ ടൈംസ് ആയിട്ട് വി വിൽ കണ്ടക്ട് ദാറ്റ്. For what we are doing this group discussion for several times, to conclude for that similar trends, patterns in perceptions, attitudes, ideas, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ക്ലിയർ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെവറൽ ടൈംസ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യണം. Then focus group rely on interaction within the group based on topics that are supplied by the researcher. So group discussion ഉണ്ടാവുന്ന മെമ്പേഴ്സ് ആണ് ലൈക്ക് 8 ആൻഡ് they will interact with each other. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസി ടു സെറ്റപ്പ്, ഫാസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ആണ്, സ്റ്റിമുലേറ്റ്സ് ഡയലോഗ്സ് ആൻഡ് ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയാസ് നമുക്ക് കിട്ടും. ദെൻ ചേഞ്ചിങ് ഇഫക്റ്റ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പല കാര്യങ്ങളും നമുക്ക് അവിടെ ഡിസ്ക്ലോഷർ കിട്ടും. ഡിസ്ക്ലോഷർ എമംഗ് സിമിലർ ടോപ്പിക്സ് ജനറേറ്റ്സ് ഐഡിയാസ് ഫോർ ഇവാലുവേഷൻ, ക്വസ്റ്റ്യൻസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ അതർ സർവേ മെത്തേഡ്സ്. ഇനി പല സർവേ മെത്തേഡ് നമുക്ക് കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻസിലൂടെ കിട്ടും. ഫ്ലെക്സിബിൾ ആണ്, സോഷ്യലി ഓറിയൻറ്റഡ്, സിനർജിസം, സ്നോബോളിംഗ് ഓഫ് ഐഡിയാസ്. സിനർജിസം എന്ന് വെച്ചാൽ എന്താ, like we will say 1 + 1 = 3. അതെന്താ ഇവിടെ സംഭവിക്കുന്നത്? why we are saying that 1 + 1 = 3? it is a synergy. നമ്മുടെ ഒരു ഐഡിയ മാത്രമല്ല, വേറൊരാളുടെയും കൂടെ ഐഡിയ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉത്ഭവിക്കുന്നത് ഒരു ഡബിൾ എനർജിയാണ്. അതിനാണ് നമ്മൾ സിനർജി എന്ന് പറയുക, സിനർജിസം എന്ന് പറയുക. അപ്പോൾ ഇവിടെ പല ഐഡിയാസ് നമുക്ക് പല ആൾക്കാരുടെ കയ്യിൽ നിന്നും കിട്ടുകയാണ്. അപ്പോൾ അവിടെ ഒരു സിനർജിസമാണ് അവിടെ ഉണ്ടാകുന്നത്. ദെൻ സ്നോബോളിംഗ് ഓഫ് ഐഡിയാസ്, ലൈക്ക് എല്ലാവരും എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, എല്ലാവരും ഏത് ടോപ്പിക്കിനെ കുറിച്ച്, എല്ലാവരുടെയും ഐഡിയാസ് ഒരു സെയിം ആയിട്ടുള്ള ഒരു ബോളിലേക്ക് വന്നെത്തും. അപ്പോൾ സ്നോബോളിംഗ് ഓഫ് ഐഡിയാസ് വി വിൽ ഗെറ്റ്. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്. നൗ ലിമിറ്റേഷൻസ് ഓഫ് ഫോക്കസ് ഗ്രൂപ്പ്. ഫോക്കസ് ഗ്രൂപ്പ് വേരി, അതായത് ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ അത് ക്വയറ്റ് ആവാം, ഡൾ ആവാം, അതൊക്കെ വൺ ഓഫ് ദ ലിമിറ്റേഷനാണ്. ദെൻ ഡീവിയേറ്റ്സ് ഫ്രം ദ സബ്ജക്ട്, ഷൈ, സം മേ ഡോമിനേറ്റ്, കൺ ജനറലൈസ് ദ ടാർഗറ്റ് പോപ്പുലേഷൻ. Discussion must be in an environment conducive and conversation. Observer dependency, difficult to assemble, capturing major issues can be difficult. ഇതൊക്കെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയാൻ പറ്റും ഫോക്കസ് ഗ്രൂപ്പിൻ്റെ. ഡോമിനേറ്റഡ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഈ ഒരു 8 മെമ്പേഴ്സിൽ തന്നെ ചിലവർ മാത്രം വളരെ ഡോമിനേറ്റഡ് ആയിരിക്കും, ചിലവർ ഭയങ്കര ഷൈ ആയിരിക്കും, ചിലവർ ഐഡിയാസിനെ കുറിച്ച് ചിലത് പറയുന്ന തന്നെ ഉണ്ടാവില്ല. സോ ദാറ്റ് ഓൾ ഇസ് എ ലിമിറ്റേഷൻ, യുനോ. Next come users, planning, program design, generate information for questionnaire, pilot programs, testing programs currently used, follow-up of a mail survey, changing attitudes and health behavior of people. ഇതൊക്കെ ഫോക്കസ് ഗ്രൂപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, പ്ലാനിങ്, പ്രോഗ്രാമിനെ കുറിച്ച് കറക്റ്റായി പ്ലാൻ ചെയ്യാം. ക്വസ്റ്റ്യനെയർസിലൂടെ നമുക്ക് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പൈലറ്റ് പ്രോഗ്രാംസ് നടത്താൻ പറ്റും. പൈലറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് എന്താ, ഒരു മിനി സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റും. ടെസ്റ്റിംഗ് പ്രോഗ്രാംസ് കറൻ്റ്ലി യൂസ്ഡ്, ഫോളോ അപ്പ് ഓഫ് എ മെയിൽ സർവേയുടെ ഒരു ഫോളോ അപ്പ് എല്ലാം നമുക്ക് ഇതിലൂടെ ഫോക്കസ് ഗ്രൂപ്പിലൂടെ നടക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് ഇസ് വാട്ട് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, താങ്ക് യു.